ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. അമ്മാ ബഅദ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തഖുൽ ദുൽമ ഫഇന്നൽ ദുൽമ ദുലുമാതുൻ യൗമൽ ഖിയാമ. റവാഹു മുസ്ലിം. നിങ്ങൾ അക്രമത്തെ സൂക്ഷിക്കുക, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അരുളി. തീർച്ചയായും അക്രമം എന്ന് പറയുന്നത് അന്ത്യനാളിൽ അന്ധകാരങ്ങളായിട്ട് മാറും. സഹോദരങ്ങളെ, അക്രമം എന്ന് പറയുന്നതിൻ്റെ ഭവിഷ്യത്ത്, അതിൻ്റെ ശിക്ഷ, അതിൻ്റെ ഒരു പരിണിതി എത്രമാത്രം ഭീകരമായിരിക്കും എന്നുള്ളത് ഈ ഒരൊറ്റ വചനത്തിൽ നമുക്ക് വ്യക്തമാണ്. അക്രമത്തെ സംബന്ധിച്ച് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് ഓരോ മനുഷ്യരും മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്നലെ, അതായത് 6/7/1447 അഥവാ 26/12/2026 പരിശുദ്ധ മക്കയിൽ മഅലി അഷ്ശൈഖ് അൽ ഉസ്താദ് ദക്തൂർ അബ്ദുറഹ്മാൻ ബിൻ അബ്ദുൽ അസീസ് അസ്സുദൈസ് ഹഫിളഹുല്ലാ നിർവഹിച്ചിട്ടുള്ള ജുമുഅ ഖുത്ബ, പരിശുദ്ധ മക്ക ഹറമിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള ജുമുഅ ഖുത്ബയിൽ ഈ അക്രമത്തിൻ്റെ അപകടം, അതിൻ്റെ പര്യവസാനം, അതിൻ്റെ ഗൗരവം വളരെ ശക്തമായ ഭാഷയിൽ അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ഖുതുബയിൽ പറഞ്ഞ ഒരു സംക്ഷിപ്തം ഈ സന്ദർഭത്തിൽ നിങ്ങളെ കേൾപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം പറയുകയുണ്ടായി, പ്രിയമുള്ളവരെ, അള്ളാഹുവിനോട് സൂക്ഷ്മതയുള്ള ആളുകളായിട്ട് നിങ്ങൾ ജീവിക്കണം. അള്ളാഹു നിങ്ങൾക്ക് ഹിദായത്ത് തന്നതിന് നിങ്ങൾ അള്ളാഹുവിനോട് നന്ദി കാണിക്കണം. കാരണം ദീനെന്ന് പറയുന്നത് നന്മകളുള്ള, സ്തുത്യർഹമായിട്ടുള്ള ഗുണങ്ങളുള്ള അള്ളാഹുവിൻ്റെ മതമാണ്, അള്ളാഹുവിൻ്റെ ദീനാണ് ഇസ്ലാം എന്ന് പറയുന്നത്. എന്നാൽ ഇന്ന് മനുഷ്യർ അത്യധികം ഭൗതിക താല്പര്യങ്ങളുടെ പുറകെ പോയി അതിന് അക്രമത്തിൻ്റെ മാർഗങ്ങൾ സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. വഴിവിട്ട മാർഗങ്ങളിൽ മനുഷ്യർ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വെള്ളത്തിൽ മുങ്ങിപ്പോകുന്നത് പോലെ, ഊളിയിട്ട് പോകുന്നത് പോലെ തിന്മകളുടെ മാർഗങ്ങളിലേക്ക് മനുഷ്യർ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അടിസ്ഥാനപരമായിട്ടുള്ള ആശയങ്ങളോടുള്ള വിവേകരഹിതമായിട്ടുള്ള സമീപനമാണ് പല ആളുകൾക്കും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നീതി, നന്മ എന്ന് പറയുന്നത് അത് വളരെ അല്പം മാത്രമായി പല ജീവിതങ്ങളിലും ചുരുങ്ങിക്കൊണ്ടിരിക്കുന്നു. എന്താണിതിന് കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ദുർബലമായിട്ടുള്ള അവരുടെ ദീനി ബോധം തന്നെയാണ്. ദീനി ബോധത്തിൻ്റെ, മതബോധത്തിൻ്റെ വളരെ കമ്മിയായിട്ടുള്ള അവസ്ഥ എന്നുള്ളതാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും അക്രമം എന്ന് പറയുമ്പോൾ ഇന്ന് അക്രമത്തിൻ്റെ പലതരം അനുഭവങ്ങൾ, പലതരം ഇനങ്ങൾ മനുഷ്യരിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒന്ന്, മനുഷ്യർക്കിടയിലുള്ള അക്രമങ്ങൾ, മനുഷ്യൻ്റെയും അവൻ്റെ രക്ഷിതാവിൻ്റെയും ഇടയിലുള്ള അക്രമങ്ങൾ, ളുലുമകൾ, അതൊക്കെ മനുഷ്യർക്കിടയിൽ വ്യാപകമായി കൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് മനുഷ്യർക്കിടയിലുള്ള അക്രമങ്ങൾ ഈ സന്ദർഭത്തിൽ ഏറെയേറെ ഗൗരവത്തോടുകൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കണം. നമ്മൾ മനസ്സിലാക്കണം, മനുഷ്യരുടെ രക്തങ്ങൾ ചിന്തി അവരുടെ സമ്പത്തുകൾ നഷ്ടപ്പെടുത്തി അവരുടെ അഭിമാനത്തിന് ക്ഷതം വരുത്തുന്ന രൂപത്തിലുള്ള ധാരാളം അക്രമങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി. നിങ്ങൾ അക്രമത്തെ സൂക്ഷിക്കണം. തീർച്ചയായും അക്രമം എന്ന് പറയുന്നത് അന്ത്യനാളിൽ അന്ധകാരങ്ങളായിട്ട് വിശ്വാസികളായിട്ടുള്ള സ്വർഗത്തിൻ്റെ ആളുകൾ അവർ പ്രകാശത്തിലൂടെ നടക്കുമ്പോൾ ഈ തിന്മകൾ, അക്രമങ്ങൾ ചെയ്തതിൻ്റെ പേരിൽ മനുഷ്യർ ആ ഖിയാമത്ത് നാളിൽ അന്ധകാരങ്ങളിൽ, കൂരിരുട്ടുകൾക്കകത്ത് നടക്കേണ്ടി വരുന്ന, കഴിഞ്ഞുകൂടേണ്ടി വരുന്ന സാഹചര്യമുണ്ടാകും എന്നാണ് പ്രവാചകൻ ആ വചനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായിക്കൊണ്ട് സഹീഹ് മുസ്ലിം 2577 വന്നിട്ടുണ്ട്. യാ ഇബാദി ഇന്നി ഹറംതുൽ ദുൽമ അലാ നഫ്സി, എൻ്റെ ദാസന്മാരെ, അല്ലാഹു തആല പറയാൻ, അത് പ്രവാചകൻ നമ്മോട് പഠിപ്പിക്കുകയാണ്. എൻ്റെ ദാസന്മാരെ, തീർച്ചയായും അക്രമം ഞാൻ എൻ്റെ മേലിൽ നിഷിദ്ധമാക്കിയിരിക്കുന്നു. വജഅൽതുഹു ബൈനക്കും മുഹറമൻ, നിങ്ങൾക്കിടയിലും അക്രമം ഞാൻ നിഷിദ്ധമാക്കിയിരിക്കുന്നു. അതുകൊണ്ട് ഫലാ തളാലമു, നിങ്ങൾ അന്യോന്യം അക്രമിക്കരുത് എന്നുള്ളത്.
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ അവസാന വിടവാങ്ങൽ പ്രസംഗത്തിൽ പറഞ്ഞല്ലോ, ഇന്ന ദിമാഅക്കും വ അംവാലക്കും വ അറാദക്കും അലൈക്കും ഹറാം കഹുർമത്തി യൗമിക്കും ഹാദാ ഫീ ബലദിക്കും ഹാദാ ഫീ ഷഹരിക്കും ഹാദാ. അതായത് നിങ്ങളുടെ സമ്പത്തുകൾ, നിങ്ങളുടെ രക്തം, നിങ്ങളുടെ സമ്പത്ത്, നിങ്ങളുടെ അഭിമാനം, അതൊക്കെ തന്നെ ഏറെ പവിത്രമാണ്. ഈ ദിവസത്തിൻ്റെ പവിത്രത പോലെ അറഫ ദിവസത്തിന് എത്രമാത്രം പവിത്രതയാണ് ഇസ്ലാം കൽപ്പിക്കുന്നത്. ആ പവിത്രമായിട്ടുള്ള സ്ഥാനം പോലെ നിങ്ങളുടെ ഓരോ വിശ്വാസികളുടെയും ഓരോ മുഅ്മിനായ മനുഷ്യൻ്റെയും രക്തത്തിന്, അവൻ്റെ സമ്പത്തിന്, അവൻ്റെ അഭിമാനത്തിന് ഉണ്ട് എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല, ഫീ ബലദിക്കും ഹാദാ ഫീ ഷഹരിക്കും ഹാദാ, ഈ നാടിന് പരിശുദ്ധ പവിത്രമായിട്ടുള്ള മക്ക, ആ മക്ക എന്ന് പറയുന്ന ആ നാട്ടിന് നൽകുന്ന സ്ഥാനം, അതിൻ്റെ പവിത്രത പോലെ, അതുപോലെ ദുൽഹിജ്ജ മാസത്തിൻ്റെ പ്രത്യേകത പോലെ, അതിൻ്റെ പവിത്രത പോലെ ഓരോ മനുഷ്യരുടെയും രക്തവും അവൻ്റെ സമ്പത്തും അവൻ്റെ അഭിമാനവും അതേറെ പവിത്രമാണ് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. ചില ആളുകൾ മറ്റുള്ളവരെ ആക്രമിച്ചുകൊണ്ട്, പല രൂപത്തിൽ ആക്രമിച്ചുകൊണ്ട്, ദ്രോഹിച്ചുകൊണ്ട്, അവസാനം നിന്ദ്യരായിക്കൊണ്ട്, അവസാനം ഒന്നുമില്ലാത്ത അവസ്ഥ, മുഫ്ലിസായിക്കൊണ്ട് ഹാജരാക്കപ്പെടുന്നത് പ്രവാചകൻ പറഞ്ഞല്ലോ. എന്താണ് മുഫ്ലിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഒന്നുമില്ലാത്ത പാപ്പറായ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? അവർ പറഞ്ഞല്ലോ, ദുർഹമോ ദീനാറോ മറ്റുള്ള വിഭവങ്ങളോ ഇല്ലാത്ത മനുഷ്യർ എന്ന് പറഞ്ഞല്ലോ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് തിരുത്തി, എൻ്റെ സമുദായത്തിൽ പാപ്പറായ മനുഷ്യൻ മുഫ്ലിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖിയാമത്ത് നാളിൽ അവൻ നമസ്കാരം കൊണ്ടുവരും, നോമ്പ് കൊണ്ടുവരും, സക്കാത്ത് കൊണ്ടുവരും. പക്ഷേ ആ നോമ്പും നമസ്കാരവും സക്കാത്തും കൊണ്ടുവരുമ്പോൾ പ്രിയമുള്ളവരെ, അവനെന്താ മനസ്സിലാക്കുന്നത്? അവൻ മനസ്സിലാക്കുന്നത് ഈ നന്മകൾ കൊണ്ട് എനിക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്നാണ്. ഹദീസിൽ പറയുകയാണ്, വയതീകദശതമഹാദ, അങ്ങനെ ഈ മനുഷ്യന് നമസ്കാരവും നോമ്പും അതുപോലെ സക്കാത്തും കൊണ്ടൊക്കെ വരുമ്പോൾ ഒരാൾ വന്ന് പറയുന്നു, ഇതാ എന്നെ ഈ മനുഷ്യൻ ആക്ഷേപിച്ചിട്ടുണ്ട്, വകദഫഹാദ, എന്നെ അപമാനിച്ചിട്ടുണ്ട്, എന്നെ മർദ്ദിച്ചിട്ടുണ്ട്, വഅകലമാലഹാദ, എന്നെ ഈ മനുഷ്യന് എൻ്റെ സമ്പത്ത് ഭക്ഷിച്ചിട്ടുണ്ട്, വസഫക ദമഹാദ, എൻ്റെ രക്തം ഇതിൻ്റെ രക്തം ഒഴുക്കിയിട്ടുണ്ട്, രക്തം ചെന്തിയിട്ടുണ്ട്, വളറബഹാദ, അടിച്ചിട്ടുണ്ട്, മർദ്ദിച്ചിട്ടുണ്ട്, ഫയുഅതഹാദ മിൻ ഹസനാത്തിഹി, അങ്ങനെ ഇവൻ്റെ നന്മയിൽ നിന്നവർക്ക് കൊടുക്കുന്നു, വഹാദ മിൻ ഹസനാത്തിഹി, അങ്ങനെ ആ നന്മകൾ ഇവന് കൊടുക്കുകയാണ്. ആക്രമിക്കപ്പെട്ടവന് നന്മകൾ കൊടുക്കുകയാണ്. ഫഇൻ ഫനിയത്ത് ഹസനാത്തുഹു, ഈ ആക്രമിച്ച ലുലുമ കാണിച്ചിട്ടുള്ള മനുഷ്യൻ്റെ നന്മകൾ കഴിഞ്ഞാൽ, എപ്പോൾ ഖബല അൻ യുഖ്ദാമ അലൈഹി, അങ്ങനെ ആ വിധി തീർപ്പാകുന്നതിന് മുമ്പ് ഇവൻ്റെ നന്മ കഴിഞ്ഞാൽ, ഉഖിദ മിൻ ഖതായാഹും, മർദ്ദിക്കപ്പെട്ടവരുടെ, ആക്രമിക്കപ്പെട്ടവരുടെ തിന്മകൾ എടുത്തിട്ട് ഫതുരിഹത്ത് അലൈഹി, ഈ അക്രമിയുടെ മേൽ ചൊരിയും. സുമ്മ തുരിഹ ഫിന്നാർ, അങ്ങനെ ആ മനുഷ്യൻ നരകത്തിലേക്ക് എറിയപ്പെടുന്നു. അപ്പോൾ ഈ ലോകത്ത് മറ്റുള്ളവരെ വാക്കുകൊണ്ട്, മറ്റുള്ളവരെ പല രൂപത്തിലും ഭാവത്തിലും ആക്രമിക്കുന്ന ആളുകൾ ഓർക്കുക, നിങ്ങളുടെ നന്മകൾ നഷ്ടപ്പെടും എന്ന്. അത് തികയാതെ വരുമ്പോൾ അവരുടെ തിന്മകൾ നിങ്ങളുടെ മേൽ ചാർത്തപ്പെടും, അങ്ങനെ നിങ്ങൾ നരകത്തിലേക്ക് എറിയപ്പെടുമെന്ന് സഹീഹ് മുസ്ലിമിൽ 2581 വചനത്തിൽ കാണാം. അതുകൊണ്ട് ഒരു മനുഷ്യൻ പരലോകത്ത് വരുമ്പോൾ അവൻ നമസ്കാരമുണ്ട്, സക്കാത്തുണ്ട്, അതുപോലെ നോമ്പുണ്ട്, ഇസ്ലാം കാര്യങ്ങളിലെ എല്ലാ നന്മകളും ചെയ്തിട്ട്, പർവ്വത സമാനമായ നന്മകൾ ചെയ്തുകൊണ്ട് അവനതാ വിചാരിക്കുന്നു, ഞാൻ നരകത്തുനിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പോകുന്നു, എനിക്ക് സ്വർഗം കിട്ടുമെന്ന് അവൻ ആഗ്രഹിക്കുന്നു. പക്ഷേ വലാകിന്നഹു ജാഅ മുഹമ്മലൻ ബിമളാലിമിൻ ലിൽ ഇബാദ്, അവൻ മനുഷ്യരെ, അള്ളാഹുവിൻ്റെ ദാസന്മാരെ ആക്രമിച്ചുകൊണ്ട് ആ അക്രമത്തിൻ്റെ ഭാരം പേറിക്കൊണ്ടാണ് അവന് വരുന്നത്. അങ്ങനെ അതിൻ്റെ അവസാനം, അതിൻ്റെ പരിണിതി എന്ന് പറയുന്നത് നരകമാണ്. അതുകൊണ്ട് ജനങ്ങളുടെ അവകാശങ്ങൾ, ജനങ്ങളുടെ ഹക്കുകൾ, അത് നിർബന്ധമായും അതിൻ്റെ ആളുകൾക്ക് കൊടുത്ത് വീട്ടുക തന്നെ വേണം. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കടമാണ്, ഒരു പ്രത്യേകമായിട്ടുള്ള ബാധ്യതയാണ്. ജനങ്ങളോട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അവരോട് പരിഹരിക്കണം.
അത് അത് വിട്ടുവീഴ്ചക്ക് അത് പൊരുത്തപ്പെടാനായിട്ട് ആവശ്യപ്പെടണം എന്നുള്ളതാണ്. ഇവിടെ ഷെയ്ഖ് ഒരു കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയുണ്ടായി. ഈ ആധുനിക കാലഘട്ടത്തിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ മറ്റുള്ളവരെ അപമാനിച്ചുകൊണ്ട്, അവരെ നിന്ദിച്ചുകൊണ്ട്, അവരുടെ പരദൂഷണം, അതുപോലെ ഏഷണി, കളവ്, ആരോപണങ്ങൾ, അപവാദങ്ങൾ, ഇതൊക്കെ അതിരുവിട്ടുകൊണ്ട് ഒരു മര്യാദയും പാലിക്കാതെ നിർവഹിക്കുന്ന ആളുകൾ, അത് മിൻ അബിയനി ദുൽമി വ അഅ്ളമിഹി, ഏറ്റവും വമ്പിച്ച അക്രമങ്ങളിൽപ്പെട്ടതാണ്, ഏറ്റവും മോശപ്പെട്ട അക്രമങ്ങളിൽപ്പെട്ടതാണ്. അതുകൊണ്ട് അത്തരം ആളുകളൊക്കെ ദീനാറോ ദിർഹമോ വില പോകാത്ത ആ ദിവസം വരുന്നതിന് മുമ്പ് പരിഹരിക്കാനായിട്ട് ധൃതിപ്പെടട്ടെ. അവർ അള്ളാഹുവിനെ സൂക്ഷിക്കട്ടെ, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് അത്തരം തിന്മകളിൽ നിന്ന് മാറി നിൽക്കട്ടെ. മഹാനായ ഇമാം സുഫിയാനു സൗരി റഹിമഹുല്ല പറയുകയുണ്ടായി, ഇൻ ലഖീതല്ലാഹ ബിസബ്ഈന ദംബൻ ഫീമാ ബൈനക വ ബൈനഹു തആല, നിൻ്റെയും അള്ളാഹുവിൻ്റെ ഇടയിലും 70 പാപങ്ങളുണ്ട്. അങ്ങനെ നീ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നതുണ്ടല്ലോ, അഹ്വനു അലൈക, അത് നിനക്ക് ഏറ്റവും നിസ്സാരമായിരിക്കും. എന്തിനേക്കാൾ മിൻ അൻ തൽഖാഹു ബിദംബിൻ വാഹിദിൻ ഫീമാ ബൈനക വ ബൈനൽ ഇബാദ്, നിൻ്റെയും മറ്റുള്ള മനുഷ്യരുടെയും ഇടയിൽ ഒരു പാപം കൊണ്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നതിനേക്കാൾ ലളിതമായിരിക്കും, നിസ്സാരമായിരിക്കും നിൻ്റെയും റബ്ബിൻ്റെയും ഇടയിൽ 70 പാപങ്ങളുമായി കൊണ്ട് നീ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത്. തംബീഹുൽ ഗാഫിലീൻ എന്ന് പറയുന്ന കിതാബിൽ മഹാനവറുകൾ പറഞ്ഞതാണത്. അപ്പോൾ മനുഷ്യർക്കിടയിലുള്ള അക്രമങ്ങൾ, പാപങ്ങൾ, അതിൻ്റെ ഗൗരവമാണ് ഇവിടെ ഇമാം സുഫിയാനു സൗരി രേഖപ്പെടുത്തുന്നത്. അതുകൊണ്ട് ആ കാര്യങ്ങൾ, അക്രമത്തിൻ്റെ മാർഗങ്ങൾ, അത് വാക്കുകൊണ്ടായാലും നോക്കുകൊണ്ടാണെങ്കിലും ഏതർത്ഥത്തിലാണെങ്കിലും ശരി, അതൊഴിവാക്കാൻ വിശ്വാസികൾ തയ്യാറാകണം. പ്രത്യേകിച്ച് സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ. മറ്റൊരു കാര്യം, ഇത് റജബ് മാസമാണ്. ആ റജബ് മാസത്തിലെ ഒട്ടേറെ തിന്മകൾ, ബിദ്അത്തുകൾ, അനാചാരങ്ങൾ സമൂഹത്തിലുണ്ട്. അത്തരം അനാചാരങ്ങളൊന്നും തന്നെ, അത്തരം ഇന്ന് ചില ആളുകൾ കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്ന കർമ്മങ്ങളൊന്നും തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടിട്ടില്ല, ഉത്തമരായിട്ടുള്ള നൂറ്റാണ്ടുകളിൽ നിന്ന് സ്ഥിരപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് അത്തരം ബിദ്അത്തുകളും അനാചാരങ്ങളും വർജിക്കണം, പ്രവാചകൻ്റെ സുന്നത്ത് മുറുകെ പിടിക്കണം, ഉത്തമരായ നൂറ്റാണ്ടിലെ മഹത്തുക്കളുടെ ആ ചര്യ അതനുധാവനം ചെയ്യണം. അതാണ് വിജയത്തിലേക്കുള്ള മാർഗം. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു വസല്ലമ അലാ നബീന മുഹമ്മദ്.